ഇത് ഇന്ത്യയിലെ 32 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിലെ 14ാമത്തെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, മഹാബലിപുരം. രാവിലെ സൂര്യോദയം കാണാൻ മഹാബലിപുരത്തെ ഷോർ ടെമ്പിളിലെത്തിയതാണ്. 8ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിലെ രാജസിംഹ രാജാവ് പണികഴിപ്പിച്ചതാണിത്. ക്ഷേത്രത്തിന്റെ രണ്ടു വശങ്ങളിലും ബംഗാൾ ഉൾക്കടലാണ്. ആർക്കിയോളജിക്കൽ സൈറ്റ് ആയതിനാൽ പഴയ നിർമ്മിതികൾ നിലനിർത്തി അവയെ ബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രത്തോട് അടുത്തതോടെ എന്തോ പന്തികേട് തോന്നി. ക്ഷേത്രശില്പങ്ങളും ഭിത്തികളുമെല്ലാം രൂപഭംഗി നഷ്ടപ്പെട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുകാറ്റും കടൽക്ഷോഭവും കാരണം ഉപ്പടിഞ്ഞു കൂടുന്നതാണ് കാരണമെന്ന് ഗൂഗിൾ അമ്മായി പറഞ്ഞു തന്നു. ഉദയസൂര്യനെ പശ്ചാത്തലമാക്കി വീഡിയോകൾ എടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കിഴക്ക് എവിടാണെന്ന് അറിയില്ല. ആദ്യം ഒരു സെക്യൂരിറ്റിയോട് അറിയാവുന്ന ഇംഗ്ലീഷിലും തമിഴിലും ചോദിച്ചു. അയാൾ വെറുതെ ക്ഷേത്രം ചൂണ്ടിക്കാട്ടി നടന്നു നീങ്ങി. അയാൾ ഹിന്ദിക്കാരനാണെന്ന് ഫോണിൽ മറുപടി പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായി. ഇപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത്. ഹിന്ദിയിൽ പോൽത്തണം. രണ്ടാമനോട് ഹിന്ദിയിൽ ചോദിച്ചു. അയാൾക്ക് എൻ്റെ ഹിന്ദി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അയാൾ ഒന്നും മിണ്ടാതെ നടന്നു നീങ്ങി. എൻ്റെ ഹിന്ദിയിൽ ഇടയ്ക്കെപ്പോഴോ കിഴക്ക് കയറി വന്നത് അയാൾ ശ്രദ്ധിച്ചു. തിരിഞ്ഞു നിന്ന് തമിഴിൽ കിഴക്കും പടിഞ്ഞാറും പറഞ്ഞു വന്നു. വിചാരിച്ചത്ര ഭംഗിയില്ലെങ്കിലും സൂര്യോദയം കിട്ടി. ദൂരെ നിന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ തോന്നുന്നില്ലെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ വികലമായ ഭിത്തികളും രൂപങ്ങളും ക്ഷേത്രത്തിന്റെ ശോഭ കെടുത്തുന്നു. ഷോർ ടെമ്പിളിന്റെ സമീപത്തൂടെ അല്പം നടന്നാൽ മഹാബലിപുരം ബീച്ചിലെത്താം. ബീച്ചിൽ അല്പനേരം ഇരുന്ന ശേഷം അടുത്ത സൈറ്റിലേക്ക് നടന്നു. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പല സൈറ്റുകളാണ്. ചിലതൊക്കെ 4-5 കിലോമീറ്റർ മാറിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. വൻപാറകൾക്കുള്ളിൽ ചെത്തിയൊരുക്കിയ ശിലകളും ക്ഷേത്രങ്ങളും ഒക്കെ ചേർന്നതാണ്. ഇതാണ് കൃഷ്ണന്റെ വെണ്ണ എന്നറിയപ്പെടുന്ന കല്ല്. ചരിഞ്ഞ ഒരു പാറയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത. വെണ്ണയ്ക്ക് ചുറ്റും ഉറുമ്പുകൾ എന്ന പോലെ അതിനു ചുറ്റും കുട്ടികൾ കൂട്ടം കൂടി. ഗണേശരഥം എന്നറിയപ്പെടുന്ന ക്ഷേത്രം.
കല്ല് തീർന്നുണ്ടാക്കിയ വരാഹക്ഷേത്രം. അപൂർണമായ രാജഗോപുരം. ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇനി നമുക്ക് ദ്രൗപദിയുടെ കുളി കാണാം. ഈ വെള്ളം കണ്ടിട്ട് ഇതിലാരും കുളിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളമായിരിക്കണം ദ്രൗപദി കുളിക്കാനായി ഉപയോഗിച്ചത്. സൂര്യൻ ഉച്ചയിലെത്തും മുമ്പേ മുഴുവൻ കണ്ടു തീർത്തില്ലെങ്കിൽ പാറകൾ ചൂടിനെ ഇരട്ടിയാകും. അത് കണക്കാക്കിയാണ് ഞങ്ങൾ നീങ്ങുന്നത്. ലൈറ്റ് ഹൗസ് തുറന്നിട്ടുണ്ട്, പക്ഷേ ആളുകൾ ക്യൂവിലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവ കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. മഹിഷാസുരമർദ്ദിനി മണ്ഡപം. ഒരു പാറയുടെ മുകളിലുള്ള ഈശ്വര ടെമ്പിൾ. ഇതിന്റെ മുകളിൽ നിന്നാൽ മഹാബലിപുരം മുഴുവൻ കാണാം. ഇനിയിപ്പോൾ ലൈറ്റ് ഹൗസിൽ കയറേണ്ട കാര്യമില്ല. ദൂരെ ബംഗാൾ ഉൾക്കടൽ കാണാം. കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. മനോഹരമായ ശില്പങ്ങൾ കണ്ട് ഞങ്ങൾ നടന്നു. ഇപ്പോൾ നിൽക്കുന്നത് മഹാബലിപുരത്ത് നിന്ന് 5 കിലോമീറ്റർ മാറിയുള്ള ടൈഗർ കേവിലാണ്. ഇതും പാറകൾ തുരന്നുള്ള നിർമ്മിതികളാണ്. ഇവിടെ പൂജയുള്ള ക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നു. പൂക്കൾ അർപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏതോ ഭാഷയിലെ ലിഖിതങ്ങൾ കാണാം. അതിരാവിലെ തുടങ്ങിയ നടത്തമായതിനാൽ ഉച്ചയായപ്പോഴേക്കും ക്ഷീണിച്ചിരുന്നു. ഞങ്ങൾ അവിടെയുള്ള ബീച്ചിൽ അല്പനേരം വിശ്രമിച്ചു.